കവാസാക്കിയുടെ KLX 230യുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് അല്ല, ശരിക്കും വേറൊരു വേരിയൻ്റ് ആക്കിയിട്ട് തന്നെ അവർ ലോഞ്ച് ചെയ്തതാണ്. അതിനെന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിനെത്ര പ്രൈസ് കൂടി, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. KLX എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോപ്പർ ട്രയൽ ബൈക്ക് തന്നെയാണ്. നമുക്ക് റോഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റോഡ് ലീഗലായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ കൂടിയാണ്. ഈ വണ്ടി ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത് നല്ല പ്രൈസിങ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈസിങ് വന്നതാണ്. ഏകദേശം ഒരു 3 lakhന് മുകളിൽ വണ്ടിക്ക് എക്സ്ഷോറൂം വന്നതാണ്. അത് ഇന്ത്യക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മെയിനായിട്ട് വണ്ടിയുടെ പ്രൈസൊക്കെ കുറച്ച്, അതായത് ഇന്ത്യൻ മെയ്ഡാക്കിയിട്ട് പുറത്തിറക്കി. ഇന്ത്യൻ വേർഷൻ ആക്കിയത് കൊണ്ട് തന്നെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 2.2 lakh റേഞ്ചിലേക്ക് വണ്ടിയുടെ പ്രൈസിങ് ഒക്കെ വന്നതാണ്. മെയിനായിട്ടും KLXന് ഇപ്പോൾ 3 വേരിയൻ്റാണ് ഇപ്പോൾ അവർ കൊടുത്തേക്കുന്നത്. ഒന്ന് KLXൻ്റെ സ്റ്റാൻഡേർഡ് വേർഷനാണ്, ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്ന മോഡലാണ്. രണ്ടാമത്തേത് KLXൻ്റെ RS ആണ്. അത് നോൺ റോഡ് ലീഗലാണ്, നമുക്ക് റോഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് മെയിനായിട്ട് ഓഫ് റോഡ് ഇവൻറ്റുകളിൽ ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ബൈക്കാണ്. അതുകൂടാണ്ട് വേറൊരു വേരിയൻ്റ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, KLX 230യുടെ S വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വലിയൊരു മാറ്റമൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് KLX എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. സ്റ്റാൻഡേർഡ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പുതിയ മോഡലിൽ സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. കുറച്ച് ഷോർട്ടർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സീറ്റ് ഹൈറ്റ് അവർ കുറച്ചത്. ഏകദേശം ഒരു 50 mm സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. നിലവിലെ സീറ്റ് ഹൈറ്റ് 830 mm ആണ്. അടുത്ത മാറ്റം വണ്ടിയുടെ സസ്പെൻഷൻ ട്രാവലിലാണ്. ഫ്രണ്ടിലും ബാക്കിലും സസ്പെൻഷൻ ട്രാവൽ കുറച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് മോഡലിന് ഫ്രണ്ടിൽ 220 mm ബാക്കിൽ 223 mm ആണ്. ഈ ഒരു പുതിയ വേർഷന് ഫ്രണ്ടിലും ബാക്കിൽ ഏകദേശം 60 mm കുറഞ്ഞിട്ടുണ്ട്. നിലവിലെ സസ്പെൻഷൻ ട്രാവലിൽ ഫ്രണ്ടിൽ 160 mm ബാക്കിൽ 163 mm ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിലും മാറ്റമുണ്ട്. ഏകദേശം ഒരു 35 mm കുറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് മോഡലിന് 255 mm ആണെങ്കിൽ ഇതിന് 220 mm വരുന്നുള്ളൂ. KLX 230യുടെ മെയിനായിട്ട് വന്ന മാറ്റങ്ങൾ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കുറച്ചു, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചു, പിന്നെ സസ്പെൻഷൻ ട്രാവൽ കുറച്ചു. ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ മാറ്റങ്ങൾ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വണ്ടിയുടെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ KLX 230 സ്റ്റാൻഡേർഡ് വേർഷൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. 233cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ്. 18.7 bhp ആണ് വണ്ടിയുടെ പവർ, 19 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സും ആണ്. 7.5 ലിറ്റർ ടാങ്ക് റേഞ്ചും 139 kg വെയിറ്റും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 21 ഇഞ്ചും ബാക്കിൽ 18 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽ ടയർസാണ്. 2 കളേഴ്സിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ വന്നേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫണ്ണായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് പ്രൈസ് കുറയല്ല ചെയ്തിട്ടുള്ളത്, കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം ട്രാവൽസൊക്കെ അവർ കുറക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 35,000 രൂപയോളം വണ്ടിക്ക് കൂടിയിട്ടുണ്ട്. കവാസാക്കി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കൂടിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കി. അപ്പോൾ എവിടെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്താണ് പ്രൈസ് കൂട്ടിയതിൻ്റെ റീസൺ ഒന്നും. KLX എടുക്കാൻ നല്ല പ്ലാൻ ഉണ്ട്. പക്ഷേ വണ്ടിയുടെ ഹൈറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് നോക്കാം. ഷോർട്ട് റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് വണ്ടി കുറച്ച് മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ട് ഇറക്കിയേക്കുന്നത്. KLXൻ്റെ പുതിയ വേർഷൻ ഇപ്പോൾ 2,19,000 രൂപയാണ് സ്റ്റാൻഡേർഡ് മോഡലിനും ഇപ്പോഴത്തെ S വേരിയൻറ്റിനും വരുന്നത്. പഴയ സ്റ്റാൻഡേർഡ് മോഡലിന് 2 ലക്ഷത്തിന് താഴെയായിരുന്നു എക്സ്ഷോറൂം പ്രൈസ്. ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ 230 RSന് 1,89,000 വരുന്നത്. പക്ഷേ അത് നോൺ റോഡ് ലീഗലാണ്. അതിന് ഹെഡ്ലൈറ്റ് ഉണ്ടാവില്ല, നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല, പിന്നെ സസ്പെൻഷൻ ട്രാവലിൽ വ്യത്യാസമുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസിന് മാറ്റമുണ്ട്.